കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് ISRO ചാരക്കേസ്. അത് വീണ്ടും ചർച്ചയാകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഗൂഢാലോചന കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് 3 പതിറ്റാണ്ട് മുമ്പത്തെ രാഷ്ട്രീയ അട്ടിമറിയും ചർച്ചയാകുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി K. കരുണാകരനെ കൊടുക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ചാരക്കേസിലെ ഗൂഢാലോചന അന്വേഷിച്ച CBI സംഘം രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിച്ചിട്ടില്ലെന്നാണ് സൂചന. കേസ് വ്യാജ സൃഷ്ടിയാണെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പിന്നിൽ പ്രവർത്തിച്ചത് പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമാണെന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ചാരക്കേസിന്റെ മറയിൽ K. കരുണാകരൻ മന്ത്രിസഭയെ അട്ടിമറിക്കാനുള്ള നീക്കം അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. ചാരക്കേസിൽ ഏറ്റവും കൂടുതൽ പഴികേട്ട രാഷ്ട്രീയ നേതാവായിരുന്നു K. കരുണാകരൻ. രാജ്യദ്രോഹി എന്ന മുദ്രകുത്തിയായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ കരുണാകരനെ കുരിശിലേറ്റിയത്. ഇടത് ആരോപണങ്ങൾ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിൽ പ്രധാന ആയുധമായി മാറി. A വിഭാഗം കരുണാകരനെതിരെ പോർമുഖം തുറന്നതോടെയാണ് മുഖ്യമന്ത്രി പദത്തിൽ നിന്നുള്ള പടിയിറക്കം. ചാരക്കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് വീണ്ടും വിവാദങ്ങൾക്ക് വഴി തെളിയുന്നത്. കേസിൽ K. കരുണാകരനെ ലക്ഷ്യമിട്ട് ഗൂഢാലോചന നടന്നതായുള്ള ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ദൃക്സാക്ഷികളിൽ പ്രധാനിയാണ് ചെറിയാൻ ഫിലിപ്പ്. ചില രഹസ്യങ്ങൾ തുറന്നു പറയാൻ ചെറിയാൻ ഫിലിപ്പ് തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് സൂചന. അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം.